നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ശരീര താപനില അളക്കുന്ന ഉപകരണം ഏത്? ക്ലിനിക്കൽ തെർമോമീറ്റർ, ക്രയോമീറ്റർ, പൈറോമീറ്റർ, നാനോമീറ്റർ. ശരീര താപനില അളക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. റൊമേനിയയുടെ ദേശീയ പുഷ്പം ഏത്? താമര, റോസ്, മുല്ലപ്പൂവ്, ചെമ്പരത്തി. റൊമേനിയയുടെ ദേശീയ പുഷ്പമായി അവർ കണക്കാക്കുന്നത് റോസിനെയാണ്. കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? CV രാമൻ, ലോർഡ് റെയ്ലി, മാർട്ടിൻ ലൂതർ കിങ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനായിരുന്നു CV രാമൻ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏത്? ഭൂട്ടാൻ, ബർമ, ബംഗ്ലാദേശ്, മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? IK കുമാരൻ മാസ്റ്റർ, K കേളപ്പൻ, ഡോക്ടർ പൽപ്പു, T പ്രകാശം. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. ഡൽഹിയുടെ ഔദ്യോഗിക പക്ഷി ഏത്? മയിൽ, ഉപ്പൻ, അങ്ങാടിക്കുരുവി, കാക്ക. ഡൽഹിയുടെ ഔദ്യോഗിക പക്ഷിയാണ് അങ്ങാടിക്കുരുവി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത്? സുബൻസിരി, ദിബാങ്, ടീസ്റ്റ, ലോഹിത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മ രചിച്ചതാര്? RK നാരായണൻ, K ചന്ദ്രശേഖരൻ, ശ്രീകൃഷ്ണൻ നായർ, G ശങ്കരദാസ്. വെയിറ്റിംഗ് ഫോർ ദി മഹാത്മ രചിച്ചത് RK നാരായണനായിരുന്നു. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ബോർഡ് വണ്ടൻമേട്, ഗുവാഹത്തി, കൊച്ചി, മാരാരിക്കുന്ന്. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയുടെ ദേശീയ പാനീയമായി കണക്കാക്കുന്ന പാനീയം ഏത്? ചായ, കാപ്പി, ഇളനീർ, ജ്യൂസ്. ഇന്ത്യയുടെ ദേശീയ പാനീയമായി കണക്കാക്കുന്ന പാനീയമാണ് ചായ. ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം ഏത്? അറബിക്ക, റോബസ്റ്റ, ലൈബീരിയ, കഴ്സിക്ക. ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനമാണ് അറബിക്ക. പട്ടുനൂൽ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം, കർണാടക, തമിഴ്നാട്, ആസാം. പട്ടുനൂൽ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, തിലകൻ, പട്ടേൽ. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു? പോർബന്ദർ, ഡൽഹി, അഹമ്മദാബാദ്, വാർധ. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വാർധ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ളത് എവിടെയാണ്? രാജസ്ഥാൻ, കേരളം, മഹാരാഷ്ട്ര, കർണാടക. ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ എത്ര സോണൽ കൗൺസിലുകൾ ഉണ്ട്? 9 സോണൽ കൗൺസിലുകൾ, 7, 6, 19 സോണൽ കൗൺസിലുകൾ. ഇന്ത്യയിൽ ആകെ 6 സോണൽ കൗൺസിലുകളാണ് ഉള്ളത്. മ്യാൻമാറുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏത്? പഞ്ചാബ്, മണിപ്പൂർ, സിക്കിം, മേഘാലയ. മ്യാൻമാറുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനമാണ് സിക്കിം. മധ്യപ്രദേശ് രൂപീകൃതമായത് എപ്പോഴാണ്? ഒക്ടോബർ 2, ഫെബ്രുവരി 11, നവംബർ 1, മെയ് 19. മധ്യപ്രദേശ് എന്ന സംസ്ഥാനം രൂപീകൃതമായത് നവംബർ 1-നാണ്. മനോഹരമായ സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് ആര്? ചാണക്യൻ, അക്ബർ, ഷാജഹാൻ, അശോക ചക്രവർത്തി. മനോഹരമായ സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് അശോക ചക്രവർത്തിയായിരുന്നു. കമ്പ്യൂട്ടർ ചിപ്പിൽ ഉപയോഗിക്കുന്ന മൂലകം ഏത്? അലൂമിനിയം, സിലിക്കൺ, ഗോൾഡ്, കാർബൺ. കമ്പ്യൂട്ടർ ചിപ്പുകളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. കമ്പ്യൂട്ടറിലേക്ക് ചിത്രങ്ങളും വാചകങ്ങളും പകർത്താൻ എന്താണ് ഉപയോഗിക്കുന്നത്? മോണിറ്റർ, മൗസ്, പ്രിന്റർ, സ്കാനർ. ചിത്രങ്ങളും വാചകങ്ങളും കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ മോണിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂർ, ഡൽഹി, പൂന, മുംബൈ. പരം എന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ഏത് അമേരിക്കൻ കമ്പനിയെയാണ് ബിഗ് ബ്ലൂ എന്ന് വിളിക്കുന്നത്? ഗൂഗിൾ, IBM,
ആപ്പിൾ, മൈക്രോസോഫ്റ്റ്. ബിഗ് ബ്ലൂ എന്ന് വിളിക്കുന്ന അമേരിക്കൻ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ചിലിക തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം, ബീഹാർ, ത്രിപുര, ഒഡീഷ. ചിലിക തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ അവസാനത്തെ ഭൂമി ഏതാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ അവസാനത്തെ ഭൂമി എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇന്ത്യയിലെ ഏത് നഗരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? അഹമ്മദാബാദ്, കൊൽക്കത്ത, മുംബൈ, അലഹാബാദ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എടുത്തിരിക്കുന്നത് അലഹബാദ് നഗരത്തിൽ നിന്നുമാണ്. ഇന്ത്യയുടെ നാഗരികതയ്ക്ക് എത്ര പഴക്കമുണ്ട്? 6000 വർഷം, 3500 വർഷം, 1000 വർഷം, 5000 വർഷം. ഇന്ത്യയുടെ നാഗരികതയ്ക്ക് ഏകദേശം 5000 വർഷം പഴക്കമുണ്ട്. ഇന്ത്യയെ ഒരു ദേശീയ രാഷ്ട്രമായി എത്ര നാളായി കണക്കാക്കുന്നു? 79 വർഷം, 75 വർഷം, 78 വർഷം, 70 വർഷം. ഇന്ത്യയെ ഒരു ദേശീയ രാഷ്ട്രമായി 78 വർഷമായി കണക്കാക്കുന്നു. ലാറ്ററൈറ്റ് മണ്ണ് പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? കർണാടക, കേരളം, തമിഴ്നാട്, രാജസ്ഥാൻ. ലാറ്ററൈറ്റ് മണ്ണ് പ്രധാനമായും കാണുന്നത് കർണാടകയിലാണ്. മഹാരാഷ്ട്രയിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? ഗോതമ്പ്, പരുത്തി, ചോളം, കരിമ്പ്. മഹാരാഷ്ട്രയിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പരുത്തിയെയാണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1956, 55, 1950, 53. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ 1956 സ്ഥാപിതമായത്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള സംസ്ഥാനം? മേഘാലയ, നാഗാലാൻഡ്, പഞ്ചാബ്, അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്ന രാജ്യം ഏത്? ബ്രസീല്, ഇറ്റലി, ഫിൻലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര? 12, 13, 11, 10. ഇന്ത്യയിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 13 ആണ്. എത്ര സംസ്ഥാനങ്ങളാണ് അസമുമായി അതിർത്തി പങ്കിടുന്നത്? 6, 7, 5, 9. അസമുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 7 ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലോഹേതര ധാതു അല്ലാത്തത്? സൾഫർ, ഗ്രാഫൈറ്റ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. ലോഹേതര ധാതു അല്ലാത്തത് ബോക്സൈറ്റ് ആണ്. ആദ്യത്തെ ട്രാൻസ്ജനിക് വിള ഏത്? ചോളം, ഗോതമ്പ്, പുകയില, പരുത്തി. ആദ്യത്തെ ട്രാൻസ്ജനിക് വിള എന്ന് പറയുന്നത് പുകയിലയാണ്. എസ് ഓർബിറ്റലിന് എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും? 1 ഇലക്ട്രോണിനെ, 2 ഇലക്ട്രോണിനെ, 3 ഇലക്ട്രോണിനെ, 4 ഇലക്ട്രോണിനെ. എസ് ഓർബിറ്റലിന് 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം? മെലാനിൻ, ഹീമോഗ്ലോബിൻ, യൂറോകോം, ബിലിറൂബിൻ. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോകോമിന്റെ സാന്നിധ്യമാണ്. രാജസ്ഥാൻ കനാലിലേക്ക് വെള്ളം എത്തുന്നത് ഏത് നദിയിൽ നിന്നാണ്? ഗംഗ, യമുന, സത്ലജ്. ഇവയൊന്നുമല്ല. രാജസ്ഥാൻ കനാലിലേക്ക് വെള്ളം എത്തുന്നത് സത്ലജ് വഴിയാണ്. ഇന്ത്യയുടെ മൊത്തം മഴയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ഏകദേശ ശതമാനം എത്രയാണ്? 80%, 90%, 56%, 100%. 90%. ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം? ഒഡീഷ, സിക്കിം, ഹരിയാന, തമിഴ്നാട്. ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഒഡീഷ. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? മേരി ക്യൂറി, ആദം സ്മിത്ത്, ചാൾസ് ബാബേജ്, ചാൾസ് ഡാർവിൻ. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ് ആയിരുന്നു. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മോണിറ്റർ, CPU, ഹാർഡ് ഡ്രൈവ്, റാം. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് അറിയപ്പെടുന്നത് CPU എന്നാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ, സ്റ്റീഫൻ ഹോക്കിംഗ്, ഐസക് ന്യൂട്ടൺ, ഗലീലിയോ ഗലീലി. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ്? ഹിപ്പോപ്പൊട്ടാമസ്, നീലത്തിമിംഗലം, ആന, തിമിംഗല സ്രാവ്. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനിയാണ് നീലത്തിമിംഗലം. ഫ്രാൻസിന്റെ തലസ്ഥാനം ഏതാണ്? മാഡ്രിഡ്, പാരീസ്, ബെർലിൻ, റോം.
ഫ്രാൻസിന്റെ തലസ്ഥാനം ഏതാണ്? പാരീസ് ആണ് ഫ്രാൻസിന്റെ തലസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഫാൽക്കൺ, ഒട്ടകപ്പക്ഷി, ആൽബട്രോസ്, കഴുകൻ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഒരു മുഴുവൻ ആഴ്ചയിൽ എത്ര മിനിറ്റുകൾ ഉണ്ട്? 11,520, 8,400, 9,600, 10,080. ഒരു മുഴുവൻ ആഴ്ചയിൽ 10,080 മിനിറ്റുകളാണുള്ളത്. ആക്രോഫോബിയ എന്തിനെയാണ് ഭയപ്പെടുന്നത്? വെള്ളം, അടച്ചിട്ട ഇടങ്ങൾ, ഉയരങ്ങൾ, ചിലന്തികൾ. ആക്രോഫോബിയ ഉയരങ്ങളെ ഭയപ്പെടുന്നു. ഇന്റർനെറ്റ് ഏത് ദശകത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? 1958, 1960, 1957, 1958. 1960കളിലാണ്. ഉപ്പിട്ട ഭക്ഷണം പാകം ചെയ്താൽ വിഷാംശം ഉണ്ടാകുന്ന പാത്രം ഏത്? ചെമ്പ്, ഓട്, മണ്ണ്, സ്റ്റീല്. ചെമ്പ് പാത്രമാണ്. ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം മുൻകൂട്ടി കാണിക്കുന്ന ശരീരഭാഗം? പാദം, കൈവിരൽ, ചെവി, പല്ല്. ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം മുൻകൂട്ടി കാണിക്കുന്ന ശരീരഭാഗമാണ് കൈവിരൽ. വയറിന്റെ ആരോഗ്യം മോശമായാൽ കാണുന്ന ലക്ഷണം? തലവേദന, നെഞ്ചുവേദന, ഏമ്പക്കം, ശ്വാസം മുട്ടൽ. വയറിന്റെ ആരോഗ്യം മോശമായാൽ കാണുന്ന ലക്ഷണമാണ് ഏമ്പക്കം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1902, 1920, 1918, 1919. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, മൻമോഹൻ സിംഗ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, മൻമോഹൻ സിംഗ്, അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അംബേദ്കർ ആണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ അവയവം ഏത്? ത്വക്ക്, നെറ്റി, കണ്ണ്, തുട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ അവയവമാണ് അവന്റെ ത്വക്ക്. ഗിദ്ദ എന്നത് ഏത് സംസ്ഥാനത്തിന്റെ നാടോടി നൃത്തമാണ്? കേരളം, പഞ്ചാബ്, ഗുജറാത്ത്, സിക്കിം. ഗിദ്ദ എന്നത് ഏത് സംസ്ഥാനത്തിന്റെ നാടോടി നൃത്തമാണ്? പഞ്ചാബിന്റെ നാടോടി നൃത്തമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, കെ കേളപ്പൻ, സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഏറ്റവും ഭാരം കൂടിയ ലോഹം ഏതാണ്? സിൽവർ, ബിസ്മാർക്ക്, സ്വർണം, ബിസ്മിത്ത്. ഏറ്റവും ഭാരം കൂടിയ ലോഹമാണ് സ്വർണം. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏത്? എ ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ അറിയപ്പെടുന്നത്? ഡയസ്റ്റോളജി, സിസ്റ്റോളജി, ക്രയോളജി, ഡെസ്ട്രോളജി. ഡയസ്റ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏത്? മൈക്രോഗ്രാഫിയ, ഹെപ്പാറ്റ്ലിൻ, സൈനോമിയ, കോമിക്സ്. മൈക്രോഗ്രാഫിയ എന്നാണ്. പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 2, നവംബർ 14, ഡിസംബർ 3, മെയ് 12. പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14-നാണ്. മധുരക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല? പാലക്കാട്, ഇടുക്കി, കാസർഗോഡ്, കണ്ണൂര്. മധുരക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ്? നോട്ട്, ഹെഡ്സ്, ബാസ്, മാൾട്ട്. വിമാനങ്ങളുടെയും കപ്പലുകളുടെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ട്. സിനിമാ തിയേറ്ററുകളുടെ ഭിത്തി പരുത്തതായി നിർമ്മിക്കുന്നത് കാരണമെന്ത്? പ്രതിധ്വനി ഒഴിവാക്കാൻ, ഉയർന്ന ശബ്ദത്തിൽ കേൾക്കാൻ, വ്യക്തമായി കാണാൻ, ഇവയൊന്നുമല്ല. പരുപരുത്തതായി നിർമ്മിക്കുന്നത് പ്രതിധ്വനി ഒഴിവാക്കാനാണ്. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് കറങ്ങുന്ന ഗ്രഹം ഏത്? ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കറങ്ങുന്ന ഗ്രഹമാണ് ശുക്രൻ. തൃശൂർ പൂരത്തിലെ പ്രധാന സവിശേഷത എന്ത്? കുടമാറ്റം, ചെണ്ടകൊട്ട്, ആനച്ചന്തം, വർണ്ണശബളിമ. തൃശൂർ പൂരത്തിലെ പ്രധാന സവിശേഷതയാണ് കുടമാറ്റം. കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ രാജ്യമേത്?
ലണ്ടൻ, ഓസ്ട്രേലിയ, നൈജീരിയ, കാനഡ. കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ രാജ്യമാണ് ഓസ്ട്രേലിയ. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാര്? മണമ്പൂർ ഗോവിന്ദനാശാൻ, ജോസഫ് മുണ്ടശ്ശേരി, തായാട്ട് ശങ്കരൻ, EMS നമ്പൂതിരിപ്പാട്. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ഗ്രാമീണ വികസനത്തിനു വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന ഏത്? ദേശീയ ഗ്രാമീണ ബാങ്ക്, സഹകരണ സൊസൈറ്റി, ലീഡ് ബാങ്കുകൾ, റൂറൽ വികസന ബാങ്കുകൾ. ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടനയാണ് ദേശീയ ഗ്രാമീണ ബാങ്ക്. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന നദി ഏത്? കബനി നദി, പെരിയാർ, ചന്ദ്രഗിരി പുഴ, ഭാരതപ്പുഴ. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൽ ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? 1963, 1964, 1965, 1966. ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 1963 ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള രാജ്യം ഏത്? ഇന്ത്യ, റഷ്യ, അമേരിക്ക, കാനഡ. ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള രാജ്യമാണ് കാനഡ. ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 13, സെപ്റ്റംബർ 14, സെപ്റ്റംബർ 15, സെപ്റ്റംബർ 16. ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 13. ആവൃത ബീജധാരി സസ്യങ്ങൾക്കുദാഹരണം. ആവൃത ബീജധാരി സസ്യങ്ങൾക്കുദാഹരണം: തെങ്ങ്, തേക്ക്, മുള, പ്ലാവ്. ആവൃത ബീജധാരി സസ്യങ്ങൾക്കുദാഹരണമാണ് തെങ്ങ്. ഫലകഞ്ചുകത്തിനുള്ളിലല്ലാതെ വിത്തുകൾ വളരുന്ന സസ്യം ഏത്? തക്കാളി, പയർ, വെണ്ട, സൈക്കസ്. ഫലകഞ്ചുകത്തിനുള്ളിലല്ലാതെ വിത്തുകൾ വളരുന്ന സസ്യമാണ് സൈസസ്. വേരിന്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന സസ്യ ഹോർമോൺ ഏത്? ആക്സിൽ, കെനിൻ, എഥിലിൻ, ഫ്ലോർജിൻ. വേരിന്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന സസ്യ ഹോർമോണാണ് ആക്സിൽ. സ്വന്തം തൂവലുകൾ പൊടിച്ച് പൗഡർ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന പക്ഷി ഏത്? കിവി, ഞാറ, കുക്കു, റോബിൻ. സ്വന്തം തൂവലുകൾ പൊടിച്ച് പൗഡർ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന പക്ഷിയാണ് ഞാറ പക്ഷികൾ. ഒരു ഇന്ത്യൻ ആനയുടെ ശരാശരി ആയുർദൈർഘ്യം എത്ര വർഷമാണ്? 30 വർഷം, 50 വർഷം, 70 വർഷം, 90 വർഷം. ഒരു ഇന്ത്യൻ ആനയുടെ ശരാശരി ആയുർദൈർഘ്യം 70 വർഷം വരെയാണ്. ഗാന്ധിജി ചലിപ്പിച്ച ഒരു തരം സ്പിന്നിംഗ് വീൽ ഏത്? ചർക്ക, തറി, നെയ്ത്ത് യന്ത്രം. ഇവയൊന്നുമല്ല. ചർക്കയാണ് ശരിയായ ഉത്തരം. അലക്സാണ്ടറിനോട് യുദ്ധം ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആര്? പോറസ്, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ, കനിഷ്കൻ. ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. ചൂടിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പ്രതലം ഏത്? കറുത്തത്, വെളുത്തത്, ചുവന്നത്, മഞ്ഞ നിറത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് കറുത്ത നിറത്തിലുള്ള പ്രതലമാണ്. ഭൂമിയുടെ സംരക്ഷണ ആവരണമായി പ്രവർത്തിക്കുന്നത്? ഓസോൺ, ഫ്രിയോൺ, വായു മലിനീകരണം, ആഗോളതാപനം. ഓസോണാണ് ഭൂമിയുടെ സംരക്ഷണാവരണം. കുഷ്ഠരോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, മൊണാസ. മൊണാസയാണ്. വസ്തുക്കളെ വലുതായും വ്യക്തമായും കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം? കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, സമതല ദർപ്പണം, ഷൈനിങ് മിറർ. കോൺകേവ് ലെൻസ് ആണ്. മിഗ് വിമാനങ്ങളുടെ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് എവിടെ? ബാംഗ്ലൂർ, നാസിക്, വിജയവാഡ, കാണ്ഡ. മിഗ് വിമാനങ്ങളുടെ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് നാസിക്കിലാണ്. റിയാൽ ഏത് രാജ്യത്തിന്റെ നാണയമാണ്? ഇറാൻ, മസ്കറ്റ്, സൗദി അറേബ്യ, ഖത്തർ. ഏത് രാജ്യത്തിന്റെ നാണയമാണ് റിയാൽ? ഇറാന്റെ നാണയമാണ്. ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനർവസിപ്പിച്ച വർഷം ഏത്? 1947, 56, 1950, 62. 1956 ഇന്ത്യയിലെ നീതിന്യായ വകുപ്പ് ആരുടെ നിയന്ത്രണത്തിലാണ്? പാർലമെന്റിന്റെ, പ്രസിഡന്റിന്റെ, പ്രധാനമന്ത്രിയുടെ. സ്വതന്ത്രമാണ്. SNDPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലുവ, കൊല്ലം, പത്തനംതിട്ട, കൊട്ടാരക്കര. SNDPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ബർണാഡ് ബറൂച്ച്, വാൾട്ടർ ലിപ്മാൻ, ഗ്രിഗറിൻ, അജിത് ജോഗി. വാൾട്ടർ ലിപ്മാൻ ആയിരുന്നു.
2019 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്? കോലാലംപൂർ, ഡൽഹി, ഷാർജ, മസ്കറ്റ്. ഷാർജയായിരുന്നു. ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു? പൈതഗോറസ്, ടോളമി, ഇറാത്തോസ്തനീസ്, കോപ്പർനിക്കസ്. ഇറാത്തോസ്തനീസ് ആയിരുന്നു. ഹവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. പസഫിക് സമുദ്രത്തിലാണ്. ഏഷ്യയിലെ ഏക കത്തോലിക്ക രാജ്യം ഏത്? ഫിലിപ്പൈൻസ്, വത്തിക്കാൻ, ഇസ്രായേൽ, കസാക്കിസ്ഥാൻ. ഏഷ്യയിലെ ഏക കത്തോലിക്ക രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഗോവ വിമോചന പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? VK കൃഷ്ണമേനോൻ, SK സലീം, CH കോയ, മണിലാൽ. VK കൃഷ്ണമേനോൻ ആയിരുന്നു. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത്? കക്കയം, മണ്ണാർക്കാട്, ദേവികുളം, ഇരവികുളം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത്? ജനകീയ പദ്ധതി, സർവോദയ പദ്ധതി, പ്ലാനിംഗ് പദ്ധതി, പഞ്ചവത്സര പദ്ധതി. റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ജനകീയ പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏത്? 3-ാം പഞ്ചവത്സര പദ്ധതി, 7-ാം പഞ്ചവത്സര പദ്ധതി, 8-ാം പഞ്ചവത്സര പദ്ധതി, 9-ാം പഞ്ചവത്സര പദ്ധതി. 9-ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇവയെല്ലാം. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു ഉദാരവൽക്കരണം. നികുതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നൽകുന്ന കാർഡ് ഏത്? പാൻ കാർഡ്, റുപേ കാർഡ്, ആധാർ കാർഡ്, UPI കാർഡ്. നികുതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന കാർഡാണ് പാൻ കാർഡ്. ക്രിമിനൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആര്? മജിസ്ട്രേറ്റ് കോടതി, കീഴ്ക്കോടതി, സബ് കോടതി, മുനിസിഫ് കോടതി. ക്രിമിനൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് കീഴ്ക്കോടതിയാണ്. ലോക് അദാലത്ത് എന്ന വാക്കിനർത്ഥം എന്ത്? ലോക് അദാലത്ത് എന്ന വാക്കിന് അർത്ഥം ജനങ്ങളുടെ കോടതി. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏത്? ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് നവയുഗ് എക്സ്പ്രസ്. മയൂര സിംഹാസനം നിർമ്മിച്ചത് ആര്? അക്ബർ, ബാബർ, ജഹാംഗീർ, ഷാജഹാൻ. ആരാണ് മയൂര സിംഹാസനം നിർമ്മിച്ചത്? ജഹാംഗീർ ആയിരുന്നു. ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസിക ഏത്? ധന്വന്തരി, സുഗുണബോധിനി, ആരോഗ്യ മാസിക, വിദ്യാവിലാസിനി. ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസികയായിരുന്നു ധന്വന്തരി. കേരള നിയമസഭ കാർഷിക ബിൽ പാസാക്കിയ വർഷം ഏത്? 1960, 1965, 1970, 1978. കാർഷിക ബിൽ പാസാക്കിയത് 1960കളിലായിരുന്നു. ശ്രീനികേതൻ പരീക്ഷണത്തിന്റെ ഉപജ്ഞാതാവാര്? ഏണസ്റ്റ് ഹെയ്ക്കിൾ, രവീന്ദ്രനാഥ ടാഗോർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഗാന്ധിജി. ശ്രീനികേതൻ പരീക്ഷണത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. പഞ്ചാബിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? ഗഡ, ബുമാർ, കുമ്മി, ജാത്ര. പഞ്ചാബിലെ പ്രധാന നൃത്തരൂപമായിരുന്നു ഗഡ. PVC കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം? ഡയോക്സിൻ, മെലാമിൻ, ക്ലോറോഫോം, ഡൈക്ലോറിൻ. PVC കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകമാണ് ഡയോക്സിൻ. മനുഷ്യ ശരീരത്തിൽ ആകെ മൊത്തം അവയവങ്ങൾ എത്ര? 50, 65, 70, 80. ഒരു മനുഷ്യ ശരീരത്തിൽ ആകെയുള്ള അവയവങ്ങളുടെ എണ്ണം 80 ആണ്. കോടതി വിധിയിലൂടെ പ്രദർശനം നിർത്തിവെച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏത്? വനമാല, കാലാപാനി, ജന്മഭൂമി, മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയായിരുന്നു. ശരീരത്തിന്റെ തുലനനില പാലിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? സെറിബെല്ലം, മെഡുല്ല, തലാമസ്, സെറിബ്രം. ശരീരത്തിന്റെ തുലനനില പാലിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒറ്റമൂലി ഏത്? ആടലോടകം, തിപ്പലി, ആര്യവേപ്പ്, പനിക്കൂർക്ക. ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒറ്റമൂലിയാണ് ആര്യവേപ്പ്. പഞ്ചാബിന്റെ പ്രധാന വിളവെടുപ്പ് ആഘോഷം ഏത്? ബഗ്ര, ഗാഡ്ക, ബൈശാഖി, ലോഹ്രി. പഞ്ചാബിന്റെ പ്രധാന വിളവെടുപ്പ് ആഘോഷമാണ് ലോഹ്രി.
കൊട്ടാരങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്നത് കപൂർത്തലയാണ്. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിപദം വഹിച്ച ആദ്യ സിഖ് മതസ്ഥൻ ആര്? ബൽദേവ് സിംഗ്, കമൽജിത്ത് സിംഗ്, ഹർഭജൻ സിംഗ്, ഗുരു സിംഗ്. ബൽദേവ് സിംഗ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർമാർക്കറ്റ് നിലവിൽ വന്ന നഗരം ഏത്? ജയ്പൂർ, ഉദയ്പൂർ, അജ്മീർ, ഭരത്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർമാർക്കറ്റ് നിലവിൽ വന്നത് ജയ്പൂരിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരം ഏത്? ചെന്നൈ, മുംബൈ, ബാംഗ്ലൂർ, കൊൽക്കത്ത. ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ചെന്നൈയിലായിരുന്നു. കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? സുറു, രവി, കുനാർ, സ്ഥലം. ഏത് നദിയുടെ തീരത്താണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്? സുരു നദിയുടെ തീരത്താണ്. ഇന്ത്യ ഗവൺമെന്റ് ആൻഡമാനെ ആദിവാസി സംരക്ഷണ മേഖലയായി പ്രഖ്യാപിച്ച വർഷം? 1950, 1957, 1954, 1962. 1957 സൈബീരിയ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? സെല്ലുലാർ ജയിൽ, തീഹാർ ജയിൽ, സുപ്രീം കോടതി, ഭരണഘടന. സൈബീരിയ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സെല്ലുലാർ ജയിലാണ്. അതിർത്തികളിലും തീരപ്രദേശങ്ങളിലും റോഡ് നിർമ്മാണത്തിന് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി ഏത്? ഗ്രാമീണ സഡക് യോജന, ഭാരത് മാല, സുരക്ഷ, ഭാരത് മംഗൾ. ഭാരത് മാല എന്ന പദ്ധതിയായിരുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് നിഷ്കർഷിക്കുന്ന വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 343, ആർട്ടിക്കിൾ 348, ആർട്ടിക്കിൾ 350, ആർട്ടിക്കിൾ 362. ആർട്ടിക്കിൾ 348 ഹിന്ദുമതത്തിലെ ആദി ഗ്രന്ഥങ്ങളെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വേദങ്ങൾ, പുരാണങ്ങൾ, ഋഗ്വേദങ്ങൾ, സൂക്തങ്ങൾ. വേദങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്കോട്ട്ലാൻഡിന്റെ ദേശീയ പുഷ്പം ഏത്? താമര, റോസ്, ലില്ലി, കോൺഫ്ലവർ. സ്കോട്ട്ലാൻഡിന്റെ ദേശീയ പുഷ്പമായി അവർ കണക്കാക്കുന്നത് താമരയാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണതലവൻ ആര്? പ്രധാനമന്ത്രി, സംസ്ഥാന ഗവർണർ, മുഖ്യമന്ത്രി, സ്പീക്കർ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണതലവൻ സംസ്ഥാന ഗവർണറാണ്. ചൈനയിലുണ്ടായിരുന്ന ചുവപ്പ് സേനയുടെ ഇപ്പോഴത്തെ പേരെന്ത്? ജനകീയ സേന, രാജ്യസേന, വീരസേന, മഹാസേന. ചൈനയിലുണ്ടായിരുന്ന ചുവപ്പ് സേനയുടെ ഇപ്പോഴത്തെ പേര് ജനകീയ സേന എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി എവിടെയാണ്? ബ്രസീൽ, നെതർലാൻഡ്, അമേരിക്ക, നേപ്പാൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി ബ്രസീലിലായിരുന്നു. റഷ്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ആര്? ലെനിൻ ആയിരുന്നു. പ്രാചീന ഗ്രീസിൽ കായികമേള നടത്തിയിരുന്ന സ്ഥലം ഏത്? ഏതൻസ്, ഒളിമ്പിയ ഗ്രാമം, കോഴ്സിക്ക, ബ്രെയിലി. പ്രാചീന ഗ്രീസിൽ കായികമേള നടത്തിയിരുന്ന സ്ഥലം ഒളിമ്പിയ ഗ്രാമത്തായിരുന്നു. നൈലിന്റെ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗണിതശാസ്ത്ര രേഖ ഏത്? ജിയോമെട്രി, എലിമെന്റ്സ്, അരിത്തമാറ്റിക്, ബീജഗണിതം. ജിയോമെട്രിയാണ് ശരിയായ ഉത്തരം. കാലിൽ ചെവിയുള്ള ജീവി ഏത്? ഞണ്ട്, തേള്, തവള, പല്ലി. കാലിൽ ചെവിയുള്ള ജീവി ഏത്? ഞണ്ടാണ് കാലിൽ ചെവിയുള്ളത്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കേരളം, ജാർഖണ്ഡ്, സിംല, ത്രിപുര. നിങ്ങൾക്കറിയാവുന്ന ശരിയായ ഉത്തരം കമന്റ് ചെയ്യൂ. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? റാഞ്ചി, ക്യൂബ, നാസിക്, സൊക്ക. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ് ശരിയായ ഉത്തരം. സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്ത വൈസ്രോയി ആര്? വേവൽ പ്രഭു, റിപ്പൺ പ്രഭു, ആത്മചരൺ അഗർവാൾ, നാരായണൻ മൽഹോത്ര. വേവൽ പ്രഭു ആയിരുന്നു. സൂര്യകിരൺ വിമാനങ്ങളുടെ ആസ്ഥാനം? ബിന്ദാർ, മൈസൂർ, ഹൂബ്ലി, ഉഡുപ്പി. സൂര്യകിരൺ വിമാനങ്ങളുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബിദാറിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഇഞ്ച്, മൈൽ, ഫർലോങ് ഇവയെല്ലാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് ഇവയെല്ലാം. ഗാന്ധിജി ശിവഗിരി സന്ദർശനം നടത്തിയത് എന്ന്?
1925, 1934, 1937, 1948. ഗാന്ധിജി ശിവഗിരി സന്ദർശനം നടത്തിയത് 1925 അഹങ്കാരം കൂടിയ 80% സ്ത്രീയുടെ മുലയുടെ വലിപ്പം എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും, ഇടത്തരമായിരിക്കും, വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. അഹങ്കാരം കൂടിയ സ്ത്രീയുടെ മുല പൊതുവെ വലുതായിരിക്കും.